NDA മുന്നണിക്ക് എതിരെ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപം കൊടുത്ത ഒരു സഖ്യമായിരുന്നു INDA മുന്നണി. പക്ഷേ അവരതിനെ വിളിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നാണ്. അത്തരത്തിൽ തന്നെയാണ് അവരതിൻ്റെ പേരുകളും മറ്റും ഉപയോഗപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ദേശീയ പതാകയുടെ ചിഹ്നവും മറ്റും ഉപയോഗപ്പെടുന്നുണ്ട്. ഈ മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇനി അധിക നാൾ അത് തുടരാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ദില്ലി ഹൈക്കോടതി ഒരു അന്ത്യശാസനം ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു വിശദീകരണം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യവസായിയായ ഗിരീഷ് ഭരദ്വാജാണ് ഒരു പൊതുതാൽപര്യ ഹർജി നൽകിയിരുന്നു. ഇതിൽ പ്രകാരമാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ച് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. INDIA എന്ന ചുരുക്കെഴുത്തോ ഇന്ത്യ എന്ന പേരോ ഏതെങ്കിലും പ്രൊഫഷണൽ വാണിജ്യ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി. ഇതിന് കാരണമായി പറയുന്നത് ചിഹ്നങ്ങളും പേരുകളും അനുചിതമായി ഉപയോഗം തടയുന്ന 1950 നിയമപ്രകാരം ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 7 ദിവസത്തിനുള്ളിൽ, അതായത് 10-ാം തീയതിയാണ് ഇതിൻ്റെ അന്തിമ വിധി കൽപ്പിക്കുന്നതെന്ന് കൂടി കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇതിനോടകം തന്നെ ഇവർക്കൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ INDA മുന്നണിയുടെ പേര് തന്നെ നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങൾ വളരെ ശക്തമായി തുടരുന്ന അവസ്ഥയിൽ പേര് കൂടി നഷ്ടമായാൽ എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.